അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരി, വെൽക്കം ടു അക്കാസ് വ്ളോഗേഴ്സ്. ഇന്ന് നമുക്ക് വരൂ കൂട്ടുകാരി, നമുക്ക് ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി നടന്ന് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ഗ്രോ ബാഗാണ്. കഴിഞ്ഞ വർഷം ചെടിയൊക്കെ വെച്ച ഗ്രോ ബാഗ് അത്. അപ്പോൾ ആ ചെടി ഇപ്പോൾ ഇല്ലല്ലോ, ഉണങ്ങക്കായപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ ആ ബാഗിന് കുഴപ്പമൊന്നും വരില്ല, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഇഞ്ചി നടാം എന്ന് കണ്ട് ഗ്രോ ബാഗൊക്കെ എടുത്ത് വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. വരും നമുക്ക് ഇഞ്ചി നടന്ന് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മളിത് ഇവിടെ ഉണ്ടല്ലോ, ആ പഴയ ഗ്രോ ബാഗിനകത്തിരുന്ന് ചെടി നട്ടിരുന്ന ആ മണ്ണായത്. അപ്പോൾ ഈ മണ്ണിനുണ്ടല്ലോ അധികം വളക്കൂറൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷം ചെടി നട്ടതായതിൻ്റെ വളമെല്ലാം ചെടി വലിച്ചെടുത്തായിരുന്നു. അപ്പോൾ ആ മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഇവിടെ മണ്ണ് ഇല്ലാത്തതുകൊണ്ട് ഞാനുണ്ടല്ലോ ആ മണ്ണും കൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കുറച്ച് വളം കൂടി ഇടാമെന്നങ്ങ് ഓർത്തു. അപ്പോൾ ആ മണ്ണിനകത്തെ കല്ലും ആ ചെടിയുടെ വേരും എല്ലാം നമുക്കൊന്ന് പറക്കി കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഞാനിവിടെ ഒരു പുതിയ മണ്ണായി എടുത്ത് വെച്ചിരിക്കുന്നത് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടും കൂടെ ഇളക്കി വെച്ചിരിക്കുന്ന ഇതായത് ചട്ടിക്കകത്തിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് ഈ മണ്ണിൻ്റെ കൂടെ ഇട്ട് യോജിപ്പിച്ച് എടുക്കുന്നത്. അപ്പം മണ്ണിന് നല്ല വളമായിക്കിടും. അപ്പം ഇത് കണ്ടോ, ചാണകപ്പൊടിയാണ്. അപ്പോൾ ചകിരിച്ചോറ് ആ ചട്ടിയിലിരുന്നതിനകത്ത് ഞാൻ കൂട്ടി വെച്ചിരുന്ന. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ എന്നറിയോ, കൂടുതൽ ചകിരിച്ചോറ് ഇനി ഇടുന്നില്ല. ചകിരിച്ചോറ് കൂടുതലിട്ടാൽ വെള്ളം പിടിച്ച് ചിലപ്പോൾ നമ്മുടെ ഇഞ്ചി നഷ്ടപ്പെടാൻ വഴിയാവും. അതുകൊണ്ട് കുറച്ച് ചകിരിച്ചോറ് ഇതിന് ചേർത്ത് ചാണകപ്പൊടി ഏറെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ മണ്ണും എല്ലാം കൂടി ഇട്ട് നമ്മളിതാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടുണ്ടല്ലോ അതിനകത്ത് കിടക്കുന്ന വേണ്ടാത്ത എല്ലാം അങ്ങ് പറക്കി കളയണം കേട്ടോ. അതിനകത്തുണ്ടല്ലോ ഈ ചെടിയുടെ വേരും അതും ഇതൊക്കെ കിടക്കുന്നതേ കണ്ടോ, കല്ലും വേരും ഒക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ പറക്കി കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് ആ മണ്ണ് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗ് എടുത്തിട്ട് അത് നിറയ്ക്കാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം നമ്മൾ വേണ്ടല്ലോ ഗ്രോ ബാഗിൻ്റെ കീഴ്ത്തിയൊക്കെ ഉള്ളതാണ്, അത് നേരത്തെ നട്ടിരുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ മണ്ടഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുത്ത് അതൊരു നല്ല വൃത്തിയുള്ള ഗ്രോ ബാഗാക്കി എടുക്കാം. ഉണ്ടല്ലോ നല്ല കുറച്ച് ഗ്രോ ബാഗിന് കുറച്ച് വൃത്തിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ മണ്ടഭാഗം ഒന്ന് മടക്കി കൊടുത്തപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ശീമക്കൊന്നയുടെ കുറച്ച് ഇല അങ്ങോട്ട് ഇട്ട് വെക്കാം. തണ്ട് കൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ അടിഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനാണ് ശീമക്കൊന്നയുടെ ഇലയെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ വളമുള്ള സാധനം. ഇഞ്ചിക്ക് തോല് വെക്കുന്നത് ഈ ശീമക്കൊന്നയുടെ ഇലയാണ്. അപ്പം ശീമക്കൊന്നയുടെ കമ്പും ശീമക്കൊന്നയുടെ ഇലയൊക്കെ വെട്ടിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ശകലം നമുക്ക് അതിനകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുമ്പോൾ ആ കമ്പിൻ്റെ ഇതും കൊണ്ടൊക്കെ ഉണ്ടല്ലോ അധികം വെള്ളം കെട്ടിക്കിടക്കാതെ ആ കീഴത്തേക്കകത്തൂടെ വെള്ളം ഊർത്ത് പോവുകയും ചെയ്യും, നമ്മുടെ ഇഞ്ചിക്ക് വളമാവുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ മണ്ണ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും ശീമക്കൊന്നട. ഇപ്പോൾ ശീമക്കൊന്നടയിൽ കിട്ടാത്തൊരു വിഷമിക്കേണ്ട, കരിയില വാരിയിട്ടോണം. അപ്പോൾ കരിയില അധികം ഒത്തിരി നനഞ്ഞു കുതുന്ന കരിയിലയല്ല, ഒരുമാതിരി ഒന്ന് നനവുള്ളതാണെങ്കിലും കുഴപ്പമില്ല, അതിടണം. എന്നിട്ട് ഇങ്ങനെ മണ്ണ് വാരിയിട്ടില്ല 4 മൂലയ്ക്കുമായിട്ട് 4 സൈഡിലുമായിട്ട് ഇട്ടതിന് ശേഷം അതൊന്ന് ചെറിയ അമ്മിക്കുക, 4 മൂലയൊന്ന് ഉറപ്പിക്കണം. അപ്പോഴേ നമ്മുടെ ഗ്രോ ബാഗ് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് നല്ല വൃത്തിയായി കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിന് ശേഷം കരിയിലയോ ഇതുപോലെ ചീമക്കൊന്നടയിലയോ ഉണ്ടെങ്കിൽ കുറച്ച് കൂടെ സൈഡിൽ വെച്ചൊന്ന് ഉറപ്പിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഒരു ഉറപ്പ് കിട്ടുമല്ലോ അതിന് വേണ്ടി. എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വാരിയിട്ട് നമുക്ക് കൊടുക്കാം, കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വളത്തോടുള്ള മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഇഞ്ചി നട്ടാണല്ലോ കുറച്ച് നാളത്തേക്ക് നമുക്ക് വളം ഇടേണ്ട ആവശ്യം പിന്നെ വരികയില്ല. അപ്പം വളം കൂട്ടി എല്ലാവരും ഇങ്ങനെ ചകിരിച്ചോറ് ചാണാപ്പൊടിയൊക്കെ ഉള്ളവരെ അത് കൂട്ടി അങ്ങ് ഇട്ട്, ചിലരൊക്കെ ഉണ്ട് മണ്ണിൽ തന്നെ വെച്ച് കിളുത്തിട്ട് പിന്നെ വളം ഇടാനായിട്ടിരിക്കും. പക്ഷേ ഇങ്ങനെയാണ് കേട്ടില്ല, അഥവാ നമ്മൾ വളം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ വളമൊന്നും ഇടാനൊന്നും പോകത്തില്ല. പറിക്കുന്നിടം വരെ ഈ വളത്തിൽ തന്നെ നിൽക്കും. ഇതേ 2 കഷ്ണം ഇഞ്ചി എൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും ഉണ്ടല്ലോ കിളുപ്പുള്ള ഇഞ്ചിയാണ്. ഇത് വീട്ടിൽ കറി വെക്കാൻ കൊണ്ടുവന്ന ഇഞ്ചി കിളുത്ത് കണ്ടപ്പോൾ ഞാൻ 2 കഷ്ണം എടുത്ത് മാറ്റി വെച്ചതാണ്. അങ്ങനെയുള്ള ഇഞ്ചി, അല്ലാതെ വിത്തിഞ്ചിയൊന്നുമല്ല ഞാൻ ഇതിനകത്ത് നടുന്നത്. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കുഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ ഒരു കഷ്ണം ഇറക്കി വെക്കാം. അപ്പം കല്ല് വല്ലതും ഉണ്ടെങ്കിൽ മാറ്റണേ, കാരണം കല്ലൊക്കെ ഒന്നുമില്ല, ഞാനെല്ലാം കളഞ്ഞതാണ്. എങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ച് വെക്കുക, കിളുപ്പുള്ള ഭാഗം മണ്ടയ്ക്ക് വെച്ച്. അപ്പോൾ അടുത്തത് നമുക്കതിനകത്തോട്ട് നട്ട് വെക്കാം. അപ്പം നമ്മൾ 2 കഷ്ണം ഇഞ്ചിയും ഇതിൽ നട്ടു കഴിഞ്ഞു. അപ്പോൾ ബാലൻസ് കുറച്ച് മണ്ണ് വന്നിട്ടുണ്ട്, അതുകൂടി മാറി നമുക്കിതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഉള്ളവരൊക്കെ ഏറെ അങ്ങ് ഇട്ടോണം, കുറച്ചേറെ മണ്ണിൻ്റെ കൂടെ അങ്ങ് ഇട്ടോണം. നമ്മളിപ്പോൾ ഇത് വില കൊടുത്ത് മേടിച്ച് ചാണകപ്പൊടി അതുകൊണ്ട് കുറച്ച് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. എങ്കിലും നോണ്ടല്ലോ ഇഞ്ചിക്ക് പാകമായിട്ടുള്ള വളമുണ്ട് അതിനകത്ത്. കണ്ട
നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രോ ബാഗ്. അപ്പോൾ ഈ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, ഇനി വെക്കുന്നിടത്ത് എവിടെയാണ് നമുക്ക് കൊണ്ട് വെച്ചതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിത് ഗ്രോ ബാഗ് കൊണ്ട് ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതിനകത്ത് ശകലം മണ്ണും കൂടി ഇട്ട് കൊടുത്തതിന് അത് നമ്മൾ അവിടുന്ന് പൊക്കിക്കൊണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ഇളകി കാണുമല്ലോ. ശകലം മണ്ണും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് ഉണക്ക കരിയിലയോ അത് നനഞ്ഞ കരിയിലാണെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ശകലം ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നത് 2 ചീമൊക്കെ ഒന്ന് ഇടയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഴയായതുകൊണ്ടൊന്നും അതുകൊണ്ടല്ല കരിയിലെല്ലാം നനഞ്ഞ് കിടക്കുന്നത്. ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. പിന്നെ ഉണ്ടല്ലോ, ഇനി നമ്മൾ ഇഞ്ചിക്ക് വളമിട്ട് കൊടുക്കുമ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ മണ്ട നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ആ മണ്ട നൂർത്ത് കുറേശ്ശെ നൂർത്ത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മണ്ണും വളം ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നൂർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ മൊത്തത്തിലങ്ങ് വളർന്ന് വരുന്നതിൻ്റെ അനുസരിച്ച് റെഡി ആയിക്കോളും. അത് കണ്ട നല്ല രീതിയിൽ നമ്മുടെ ഗ്രോ ബാഗ് നമ്മൾ ഇഞ്ചി നട്ട്. ഇനി ഇത് ഇവിടുന്ന് അനക്കത്തേ ഇല്ല, ഇഞ്ചി പറിക്കുന്നിടം വരെ അനക്കിയാൽ അതിൻ്റെ വേരിളകും. അതുകൊണ്ട് ഗ്രോ ബാഗിലും ഇത് കണ്ടോ, അരിസഞ്ചിയാണ്. 5 കിലോയുടെയും 10 കിലോയുടെയും ഒക്കെ അരി മേടിക്കുന്ന സഞ്ചിക്കകത്ത് ഞാൻ ഇന്ന് തട്ട ഇതും. അപ്പം ഗ്രോ ബാഗ് ഇല്ലാഞ്ഞുള്ളത്. അപ്പോൾ ഇഞ്ചി നട്ട് നമ്മളിങ്ങനെ ഗ്രോ ബാഗിലൊക്കെ വെക്കുന്ന ഇഞ്ചി പിന്നീട് അനക്കല്ലേ കേട്ടോ, വേരിളകും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.